وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും പരമാവധി മുറുകെ പിടിച്ചുകൊണ്ട് ഇരു ലോകത്തും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അനുഗ്രഹത്തിനും അർഹരാവുന്ന വിധം സൂക്ഷ്മാലുക്കളായി, ഭക്തരായി, മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവും. മതജീവിതം എന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതിന് തടസ്സം നിൽക്കുന്നതാണ് ഭൗതിക ജീവിതം. ആ തടസ്സങ്ങളെ നമ്മൾ വകഞ്ഞു മാറ്റേണ്ടതും മറികടക്കേണ്ടതും ഈമാൻ കൊണ്ടാണ്. വിശ്വാസപരമായ മേഖലകളിൽ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ വിശ്വാസ പ്രതിസന്ധികളെ മറികടക്കേണ്ടത് തൗഹീദ് കൊണ്ടാണ്, ഈമാൻ കൊണ്ടാണ്. ആ ആശയം സൂചിപ്പിച്ചുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്കമിസ് സഫീന, നീ നിന്റെ കപ്പൽ വളരെ കെട്ടുറപ്പുള്ളതാക്കണം. കാരണം ഫഇന്നൽ ബഹറ അമീഖ്, നീ യാത്ര ചെയ്യുന്ന ഈ ദുനിയാവാകുന്ന സമുദ്രം അത് വളരെ ആഴമേറിയതും സ്വാഭാവികമായി വളരെ അപകടം നിറഞ്ഞതുമാണ്. അതുകൊണ്ട് ഈമാനികമായ കെട്ടുറപ്പുണ്ടാവണം, ഏത് പ്രതിസന്ധികളെയും മറികടക്കണം. രണ്ടാമത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തക്സിരിസ്സാദ ഫഇന്ന സഫറ ത്വീൽ, നീ ധാരാളമായി യാത്രാ വിഭവം ഒരുക്കണം. യാത്രകൾ ചെറുതും വലുതും നടത്തുന്ന ആളുകളാണ് ഞാൻ നിങ്ങളും. ഓരോ യാത്രക്ക് വേണ്ടിയും ഒരുങ്ങുന്നത് യാത്രയുടെ സ്വഭാവം അനുസരിച്ചാണ്. എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര മരണാനന്തര യാത്രയാണ്. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യം ആ ലോകത്തേക്കാണ്. അത് ഏറ്റവും കൂടുതൽ സമ്പാദ്യം വേണ്ടതും ആ ലോകത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ആധിക്യത്തെ പറ്റി ഒരു ചരിത്രം പറഞ്ഞു. ബനി ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിചാരണ നടത്തുക. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു രീതി, റമളാനിൽ ഭയങ്കര ആവേശമായിരിക്കും. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ആവേശം ഇങ്ങനെ ചുരുങ്ങി വരും. അത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ചരിത്രം. എന്തുകൊണ്ടുണ്ടായിക്കൂടാ എന്നതിന്റെ ഉത്തരവുമാണ് ഈ ചരിത്രം. പരലോകത്ത് ഒരു മനുഷ്യൻ വരുന്നത് ദുനിയാവിൽ വരും പോലെയല്ല. ദുനിയാവിൽ പരലോകത്തൊരാൾ വരുമ്പോ അയാളുടെ കൂടെ അയാൾ ചെയ്ത അമലുകളും ഉണ്ടാവും. കാരണം ഖബറിലേക്ക് വെച്ചത് അമലുകളെയും മനുഷ്യനെയുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 3 കാര്യം മയ്യത്തിന് അനുഗമിക്കും. യർജിഉ ഇസ്നാൻ, 2 കാര്യം മടങ്ങിപ്പോകും. യർജിഉ അഹ്ലുഹു വ മാലുഹു, സമ്പത്തും കുടുംബക്കാരും പിടിമണ്ണ് വാരിയിട്ട് തിരിച്ചു പോരും.
വയബ്ഖാ അമലുഹു, അവന്റെ കൂടെ ഖബറിൽ ഉണ്ടാവൽ എന്താണ്? അവന്റെ അമലുകളാണ്. സ്വാഭാവികമായി ഖബർ പിളർന്ന് പുറത്തേക്ക് വരുമ്പോൾ അവന്റെ കൂടെ അമലുകളും ഉണ്ടാവും. പിന്നെന്താ വ്യത്യാസം? ദുനിയാവിൽ നമ്മൾക്കത് ഖബറിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. പരലോകത്ത് മനുഷ്യനെ കാണുമ്പോൾ അവന്റെ അമലുകളും കാണും. പർവ്വത സമാനമായ ഇബാദത്തുമായിട്ട് ഒരാൾ പരലോകത്ത് വരുന്നു. അയാളുടെ വരവ് കാണുമ്പോൾ തന്നെ കാണികൾക്ക് മനസ്സിലാവും അദ്ദേഹം സ്വർഗത്തിൽ പോകും എന്ന്. സ്വാഭാവികമായി അദ്ദേഹം സ്വർഗത്തിൽ പോകുമ്പോ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയിരുന്നു എന്നറിയോ? മലക്കുകളെ, എന്റെ കാരുണ്യം കൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടത്തുക എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായി. ഇത്രയും ഇബാദത്തുമായി വന്ന എനിക്ക് എന്റെ ഇബാദത്ത് കൊണ്ട് തന്നെ സ്വർഗത്തിൽ പോവാലോ, പിന്നെ എന്തിനാണ് അള്ളാഹു എന്റെ കാരുണ്യം കൊണ്ട് ഇദ്ദേഹത്തെ സ്വർഗത്തിൽ കടത്തു എന്ന് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ചൊരു സംശയം ഉണ്ടായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സംശയം മാറ്റിക്കൊടുത്തത് എങ്ങനെയാ? അള്ളാഹു പരലോകത്ത് സ്ഥാപിക്കുന്ന തുലാസിന്റെ പേരാണല്ലോ മീസാൻ. അതിന്റെ ഒരു തട്ടിൽ ഇയാൾ ചെയ്ത മുഴുവൻ അമലുകളും വെക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. മറു തട്ടിൽ ഇദ്ദേഹത്തിന്റെ 2 കണ്ണുകൾ മാത്രം ഊരിയെടുത്ത് വെക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ള സംഗതിയല്ല. ഒരു ഭാഗത്ത് അയാൾ ആയുസ്സിൽ ചെയ്ത മുഴുവൻ അമലുകൾ, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അള്ളാഹു കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് അനുഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമായ കണ്ണും നിൽക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? കണ്ണിനാണത്രേ ഖനം കൂടുതൽ. ഈ പർവ്വത സമാനമായ ഇബാദത്തിനെ തോൽപ്പിക്കാൻ പോകുന്ന അനുഗ്രഹമായി കണ്ടു മാറുകയാണ്. അള്ളാഹു ചോദിച്ചു, മറ്റ് അവയവങ്ങൾക്കുള്ള നന്ദി എവിടെ? അയാൾ വിറച്ചു പോയി. എങ്കിൽ പിന്നെ ആ സംശയം വേണ്ട, അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് സ്വർഗത്ത് പോണത്. എത്ര ചെയ്താലും മതിയാവൂല. അതുകൊണ്ട് തന്നെ പരലോകത്തേക്കുള്ള സമ്പാദ്യം. ഹജ്ജിന് പോണ മനുഷ്യന്മാരോട് അള്ളാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ പരമാവധി യാത്രാ വിഭവം ഒരുക്കണം. നിങ്ങൾ സമ്പാദിക്കുന്ന യാത്രാ വിഭവത്തിൽ ഏറ്റവും മുന്തിയത് തഖ്വയാണ്. അപ്പൊ പരലോകത്തേക്കുള്ള സമ്പാദ്യം ഇഷ്ടം പോലെ നടത്താം. അതിന്റെ പരിശ്രമത്തിന്റെ റേഷ്യോ, അതിന്റെ ശതമാനം, അതിന്റെ തോത് എങ്ങനെയാ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ദുനിയാവിന് വേണ്ടിയും പരിശ്രമിക്കണം, പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കണം. രണ്ടും പരിശ്രമിച്ചാൽ മാത്രമേ കിട്ടൂ, യാതൊരു സംശയവുമില്ല. എങ്കിൽ പിന്നെ ഈ പരിശ്രമങ്ങൾ തമ്മിലുള്ള തോത് എങ്ങനെയാ വ്യത്യാസപ്പെടുത്തുക? എത്രമാത്രം ദുനിയാവിന്, എത്രമാത്രം പരലോകത്തിന്? അതെങ്ങനെയാ ഖുർആൻ പഠിപ്പിച്ചത്? ഖുർആൻ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. സൂറ ആലു ഇമ്രാന്റെ 133-ാമത്തെ വചനം, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടണം. ഏത് വിഷയത്തിൽ? പരലോകത്തിന്റെ വിഷയത്തിൽ. സാബിഖൂ, സൂറത്ത് ഹദീദ്, നിങ്ങൾ മുൻകടക്കണം. ഏത് വിഷയത്തിൽ? പരലോകത്തിന്റെ വിഷയത്തിൽ. സൂറത്തുൽ മുത്തഫിഫീൻ, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിൽ. ഇവിടെ എവിടെയാ മത്സരം നടക്കുന്നത്? ഇപ്പോ ദുനിയാവില്ല. എങ്കിൽ ദുനിയാവിന് വേണ്ടിയോ? സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തുൽ മുൽക്ക്. ഫിൽ ഖുർആനി സൂറത്തുൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. വഫീഹി 30 ആയത്തുൻ, അതിൽ 30 ആയത്തുണ്ട്. അതൊരു ദിവസം ഒരാൾ സ്ഥിരമായി രാത്രി പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. 1. ഈ സൂറത്ത് അള്ളാന്റെ അടുക്കൽ ഈ ഓതി ആൾക്ക് വേണ്ടി ശുപാർശ പറയും. 2. അങ്ങനെയുള്ള സൂറത്തുൽ മുൽക്കിലാണ് പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതിന്റെ തോത്, അതിന്റെ അളവ്, അതിന്റെ കടുപ്പം അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. ഏത് ആയത്തിലാണെന്നറിയോ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് ഇങ്ങനെ സംവിധാനിച്ച് തന്നിട്ടുള്ളത്. ഫംശൂ ഫീ മനാകിബിഹാ, അതിന്റെ ഉപരിതലത്തിൽ ആ ഭൂമിയിൽ നിങ്ങൾ നടന്നാ മതി. മത്സരിക്കണ്ട, ഓടണ്ട, മുൻകടക്കണ്ട. എന്നിട്ടോ വകുലൂ മിൻ റിസ്ഖിഹി, അവൻ നിങ്ങൾക്ക് 4-ാം മാസത്തിൽ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ എന്താണോ എഴുതപ്പെട്ട റിസ്ഖ് അത് നിങ്ങൾ തിന്നോളീന. നിങ്ങൾ അധ്വാനം ചെയ്ത് തിന്നോളീന്നല്ല.
നിങ്ങൾ മത്സരിച്ചുണ്ടാക്കിയത് എന്നോളിന്നല്ല, അത് നേരത്തെ കണക്കാക്കി വെച്ചിരിക്കണ്. അത് കിട്ടാൻ നടന്നാ മതി, ഓടണ്ട, മത്സരിക്കണ്ട, മുൻകടക്കണ്ട. എന്നാ പരലോകത്തിന്റെ കാര്യോ സാരിയോ സാബിഖൂ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കണം, ഓടണം, മുൻകടക്കണം. ഏത് വിഷയത്തിൽ? പരലോകത്തിന്റെ വിഷയം. മനസ്സിലായല്ലേ റേഷ്യോ, അതിന്റെ വ്യത്യാസം. അവിടെയും നമുക്കൊരുപാട് ബലഹീനതകളുണ്ട്. അലസത, മടി, നാളെയാവാ, പിന്നെയാവാ, കുറച്ച് ചെയ്തല്ലോ, ഇത്രയും ചെയ്യാത്തവരുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തയും സമീപന രീതികളും നമ്മെ പിന്നോട്ട് വലിക്കും. അപ്പോ അതിനെ എങ്ങനെ മറികടക്കണം? അത് ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ മുത്തഖീങ്ങളുടെ അടയാളം എണ്ണി പറയുമ്പോ അവസാനം പറഞ്ഞത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിന്റെ വിഷയത്തിൽ ദൃഢവിശ്വാസികളാവണം. അതാണ് നമ്മളുടെ എനർജി, അതാണ് ഉത്തേജനം. മതജീവിതം ഓരോ ദിവസം കഴിയുന്തോറും പ്രയാസപ്പെടും. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, അപരവൽക്കരിക്കപ്പെടും. ഹിജാബ് വിവാദം കാണിക്കുന്ന അതാണ്. നോക്കിങ്ങൾ തട്ടട്ട ടീച്ചറാണ് തട്ടട്ട് വന്ന കുട്ടിനോട് പറഞ്ഞത് എന്നെ കാണുമ്പോ കുട്ടിക്ക് പേടിയാകുന്നത്. എന്താ പയ്യ പറയാ? എന്താ ഭയം? അപരവൽക്കരണം ഉണ്ടാകും, ഒറ്റപ്പെടും, കുറ്റപ്പെടുത്തും, സമൂഹത്തിൽ ചേരാത്തവനെന്ന ആക്ഷേപമുണ്ടാവും. സ്വാഭാവികമാണ്. അത് ഓരോ ദിവസം കഴിഞ്ഞതും കൂടുകയുള്ളൂ. അത് ഏറ്റവും അനുഭവിച്ച ആദ്യ തലമുറയെ പറ്റി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ലൗ അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു. 1400 കൊല്ലം മുമ്പ് സ്വഹാബികൾ ദീനിന്റെ മാർഗത്തിൽ കൊടുത്ത ഒരു പിടുത്തം എന്താവട്ടെ, പണമാവട്ടെ, ഭക്ഷണമാവട്ടെ, സമയമാവട്ടെ, എന്താവട്ടെ, അത് നിങ്ങൾ ഇന്ന് ഉഹുദ് മലയോളം ധനം ചെലവഴിച്ചാലും ആ ഒരു പിടുത്തത്തിന്റെ അടുത്ത് എത്തൂല. കാരണം അവർ അന്ന് അനുഭവിച്ച സാമൂഹിക സാഹചര്യം അത്ര പ്രതികൂലമായിരുന്നു. അതിനോടൊക്കെ മല്ലിട്ടിട്ടാണ് അവർ അത് കൊടുത്തത്. കഠിന ദാരിദ്ര്യം അനുഭവിച്ചവരാണ് അവർ. അത് തട്ടി മാറ്റിയിട്ടാണ് അവർ അത് കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സുഭിക്ഷ കാലഘട്ടത്തിൽ ഉഹുദ് മലയോളം നിങ്ങൾ പടച്ചോനെ മാർത്തി കൊടുത്താലും സ്വഹാബിയുടെ അടുത്ത് എത്തൂല. രണ്ടാമത് നമ്മളൊക്കെ എന്താ എപ്പോ കാലത്ത് ഇങ്ങനെ, ഈ കാലത്തൊന്നും അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. എന്താ ഇപ്പൊ ചെയ്യാ? നമ്മളെ ഒരു വലിയ പരീക്ഷണ കാലഘട്ടത്തിലാണ്. അവസാന കാലം ഇങ്ങനൊക്കെ തന്നെയാ, മുസ്ലിമായി ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് പലതിൽ നിന്നും പിന്നോട്ട് പോവാണോ വേണ്ടത്? അല്ലല്ലോ. എന്തുകൊണ്ടല്ല? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേൾക്കൂ നിങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ വറായിക്കും സമാനു സബിരിൻ. കുറെ കാലം കഴിയുമ്പോൾ ക്ഷമയുടെ ഒരു കാലഘട്ടം വരും. എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷമിക്കേണ്ട ഒരു കാലഘട്ടം വരും. മതപരമായി ജീവിക്കാൻ പ്രതികൂലമായ സാഹചര്യം വരും. കൂടുതൽ, ഇന്നത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ മതപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പലതരം വെല്ലുവിളികൾ നേടുന്ന ഒരു കാലം വരും. എന്താ റസൂൽ പറഞ്ഞത്? വലിൽ മുത്തമസ്സികീന ഫീഹി. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നത്, ശഹവാത്തുകൾ, മനുഷ്യന്റെ ഇച്ഛകൾ, ശുബ്ഹാത്തുകൾ, സംശയങ്ങൾ, സമൂഹത്തിന്റെ സമ്മർദ്ദം, കുടുംബത്തിന്റെ സന്ദർഭം, ഭാര്യ മക്കളുടെ സമ്മർദ്ദം ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഏറ്റവും കടുപ്പമുള്ള ഒരു കാലഘട്ടം ഇനി വരാനിരിക്കുന്ന കാലഘട്ടം. 1400 കൊല്ലം മുമ്പ് പറയാം. ആ കാലഘട്ടത്തിൽ അള്ളാന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് 50 ഷഹീദൻ മിൻകും ഫലഹു അജ്റു 50 ഷഹീദൻ മിൻകും. നിങ്ങളെ കൂട്ടത്തിൽ, ആരെ കൂട്ടത്തിൽ? സ്വഹാബയുടെ കൂട്ടത്തിൽ രക്തസാക്ഷികളായ 50 രക്തസാക്ഷികൾ പ്രതിഫലം അവസാന കാലഘട്ടത്തിലെ മനുഷ്യർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, ഈ രാഷ്ട്രീയ സാമൂഹിക പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ തളരുകയാണോ വേണ്ടത്? കൂടുതൽ ഉത്തേജനത്തോടെ ദീൻ മുറുകെ പിടിക്കുകയാണോ വേണ്ടത്? അതിലെന്ത് വേണം? ഈമാൻ വേണം. ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ കണ്ണ് കാണാത്തൊരു മനുഷ്യണ്ടായിരുന്നു ഒരു വിശ്വാസ കാലത്ത്. അബസവത്തവല്ല എന്നുള്ള സൂറത്ത് ഇറങ്ങിയത്
അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ആളെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് സുബി നമസ്കരിക്കാൻ ജമാഅത്തിൽ പങ്കെടുക്കാൻ തന്നെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല പ്രവാചകരെ. അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ മരത്തുമലൊക്കെ തട്ടിട്ട് നേരെ ബേക്കോട്ടാണ്ട് വീഴും. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കണ്ണ് കാണാത്ത മനുഷ്യനാണ്. ഇന്നത്തെ അറേബ്യ അല്ല അന്നത്തെ അറേബ്യ. അങ്ങനെ എനിക്ക് വളരെ ശാരീരിക പ്രയാസം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സുബി വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആദ്യത്തിൽ അനുവദിച്ചു. സഹോദരന്മാരെ, ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു തിരുത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ബാങ്ക് വിളിച്ചാൽ വീട്ടിൽ കേൾക്കുമെങ്കിൽ അയാളോട് നിസ്കരിച്ചാൽ ഇങ്ങോട്ട് വരാൻ പറയുന്ന. ഞാനത് പറയാനല്ലത് പറഞ്ഞത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് ആദ്യം പറഞ്ഞ തീരുമാനം മാറ്റി. അബൂ അബ്ദുള്ള, ഇവിടുന്ന് ആ സമയത്ത് ഇവിടുന്ന് ബാങ്ക് വിളിച്ചാൽ നിന്റെ വീട്ടിൽ കേൾക്കുവോ? ഇങ്ങോട്ട് വരണട്ടോ, വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരാന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞെന്തിനാ അറിയോ? ഈ മനുഷ്യൻ വന്നതെന്തിനാ? സുബീക്ക് വരാൻ കഴിയാത്ത പ്രയാസം പറയാനാണ്. അള്ളാഹു റസൂൽ എന്തേ പറഞ്ഞു? ബാങ്ക് കേട്ടാ ഇവിടെ വന്നോളെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് എവിടെയാ? പിന്നെ അദ്ദേഹത്തെ കാണുന്നത് സഹോദരന്മാരെ സുബീ ബാങ്കിന്റെ സമയത്തല്ല, മറിച്ച് അദ്ദേഹം മരണം വരെ മദീന പള്ളിയിൽ തഹജ്ജുദിന്റെ ബാങ്കുകൾ ചെയ്തായിരുന്നു. കണ്ടോ? സുബീക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ മനുഷ്യരെ പിന്നെ നമ്മൾ കാണുന്ന അവിടെ തഹജ്ജുദിന്റെ ബാങ്ക് വിളിക്കാൻ എക്സ്ക്യൂസ് തെരഞ്ഞു നടക്കുക. ഞാനുങ്ങളും ഒരു സംഗതി പറഞ്ഞാലേ അത് ചെയ്യാതെക്കാൻ, വരാതെക്കാൻ, ഖുർആൻ പഠിക്കാണ്ടിരിക്കാൻ, പള്ളിയിൽ നേരത്തെ വരാതിരിക്കാൻ, സദക്ക കൊടുക്കാതിരിക്കാൻ എന്താണ് ഒരു എക്സ്ക്യൂസ് എന്നാണ് ഞാനും ആലോചിക്കുന്നത്. നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു. പള്ളി സെക്രട്ടറിയും മറ്റേ പള്ളിന്റെ പിരിവായിരിക്കും. പടച്ചറബെ എന്താ പറഞ്ഞ് രക്ഷപ്പെടുക എന്നാ പിന്നെ ഒരാലോചിക്കുന്നത്. എന്ത് പറഞ്ഞ് രക്ഷപ്പെടാം എന്നാണ്. എങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് എക്സ്ക്യൂസ് ഇല്ലായിരുന്നോ സഹോദരന്മാരെ? സുബീക്ക് വന്നാ പോലെ. ഇതിനേറ്റ നേരത്തെ വന്നത് സുബീക്ക് വരാനുള്ള റസൂൽ പറഞ്ഞുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ വക എക്സ്ട്രാ എന്താ? തഹജ്ജുദിന്റെ ബാങ്കിന്റെ സമയത്ത് മരിക്കുന്നത് വരെ അദ്ദേഹം മദീനത്തെ പള്ളിയിൽ വന്നു. ഈ നോക്കൂ നിങ്ങൾ, അദ്ദേഹം മരിച്ചേ വിടുന്ന യുദ്ധക്കളത്തുന്ന ഈ മനുഷ്യൻ യുദ്ധത്തിന് കൊണ്ടുണ്ടോ? ഈ മനുഷ്യന് യുദ്ധത്തിന് കൊണ്ടില്ലല്ലോ സഹോദരന്മാരെ. എങ്കിൽ നിങ്ങളെ മാതിരി വെള്ളിയാഴ്ച താമസിച്ച് വരാനും എക്സ്ക്യൂസ് ഇല്ല എനിക്കും നോക്കും അല്ലേ? ബാങ്ക് വിളിച്ചതിന് ശേഷം വന്നവർക്ക് ജുമ ഉണ്ടോ? എന്തിനു വരിക? അതിന് എക്സ്ക്യൂസ് തരാൻ ഞാനും അല്ലേ? എങ്കിൽ കേക്ക് ഉമ്മിനൊക്കുമിന്റെ ചരിത്രം, ഉഹുദിന്റെ രണാങ്കണത്തിൽ മുസ്ലിങ്ങളുടെ പതാക പിടിച്ചത് ആരാ? ഈ കണ്ണാണാത്ത മനുഷ്യനല്ലേ? എക്സ്ക്യൂസ് തരുന്നു ആണോ? ആണെങ്കിൽ അദ്ദേഹം ഉഹുദിന്റെ രണാങ്കണത്തിൽ ഉണ്ടാവുമോ? നമ്മളേറ്റാണെങ്കിലോ ഉണ്ടാവോ? ഏതെങ്കിലും രണാങ്കണത്തിൽ ഉണ്ടാവും? ആലോചിച്ച് നോക്കികൾ. എക്സ്ക്യൂസ് അല്ല, എനിക്കെന്റെ ശാരീരിക വൈകല്യത്തെ, കാലാവസ്ഥാ വൈകല്യത്തെ, അലസതയെ, ഉറക്കിനെ, മടിയെ, പിശുക്കിനെ എന്റെ സ്വർഗബോധം കൊണ്ടും നരകഭയം കൊണ്ടും എങ്ങനെ മറികടക്കാം എന്നാണ് അവർ ചിന്തിച്ചിട്ടുള്ളത്. അവരെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വർഗത്തിന്റെ കട്ടി അത്ര കൂടുതലായിരുന്നു. അവരെ അല്ലാഹു റസൂൽ വെച്ച നരകത്തിന്റെ ഭയാനകത അതിനേക്കാൾ ഭയാനകമായിരുന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ. അദ്ദേഹത്തെ കാണുന്നത് ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. എന്തിനാ പതാക വാഹനാക്കിയത്? പ്രവാചകരെ, നമ്മളെ ആളുകളെങ്ങാനും തോറ്റോടിയാൽ ഞാൻ ഇത് കാണൂലല്ലോ, അതുകൊണ്ട് ഞാൻ പതാക പിടിച്ച് ഇങ്ങനെ നിൽക്കും. പതാക പിടിച്ച ആളെ വെട്ടി അയാൾ താഴെ വീണാൽ യുദ്ധത്തിൽ തോറ്റു എന്ന് അതിന്റെ അർത്ഥം. ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, എന്താ ഇപ്പൊ നമ്മളെ കഥ? നമ്മൾക്ക് എല്ലാത്തിനും എക്സ്ക്യൂസ് തേടുക, അതിനെ മറികടക്കാൻ ശ്രമിക്കുകയല്ല. കാരണം ആ രൂപത്തിലുള്ള ഈമാനാണ് അവരിലേക്ക് അല്ലാഹു റസൂൽ സന്നിവേശിച്ചത്. നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എന്താണെന്നറിയോ? നെപ്പോളിയൻ നാപ്പ് അയാളെ ചരിത്രം പറഞ്ഞു കൊടുക്കും. എന്താണ്? അദ്ദേഹത്തോട് ടീച്ചർ ഒരു കണക്ക് ചെയ്യാൻ പറഞ്ഞു. കണക്ക് ചെയ്ത് കഴിഞ്ഞ് സ്കൂൾ വിട്ടുപോയത് മൂപ്പര അറിഞ്ഞില്ല. പിറ്റേന്ന് നേരം വെളുത്തേരെ അറിഞ്ഞത്. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ മൂപ്പര എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ടീച്ചറെ കണ്ടപ്പോൾ ഉടനെ കാണിച്ചു കൊടുത്തത്, ആ ടീച്ചറെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ കണക്ക്. അപ്പൊ എത്ര പ്രയാസമുള്ള കണക്കാണെങ്കിലും നമ്മൾ പരിശ്രമിച്ചാൽ ചെയ്യാം. കുട്ടികൾക്ക് മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കാൻ നാപ്പിനെയാ. തോമസ് ആൽവ എഡിസൺ നമ്മളെ മോട്ടിവേറ്റർ അയാളാണ്. സഹോദരങ്ങളെ, വിശ്വാസിയുടെ മോട്ടിവേറ്റർ ആണെന്ന് അറിയോ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമാണ്. അംർ ഇബ്നു ജമുഹ റളിയല്ലാഹു അൻഹു ആണ്. വികലാംഗന. യുദ്ധത്തിന് പോകേണ്ടതുണ്ടോ? ഇല്ല. പോയില്ലേ?
3 മക്കള് അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. എപ്പ യുദ്ധം ഉണ്ടെങ്കിലും റസൂല തിരിച്ചയക്കല, അങ്ങക്ക് യുദ്ധം നിർബന്ധമല്ല, വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. 3 മക്കള് രക്തസാക്ഷിയായി. എന്താ രക്തസാക്ഷിയുടെ പ്രതിഫലം? 6 പ്രതിഫല. അത് എന്റെ 3 മക്കൾക്കും കിട്ടി. ഞാനൊരു 1.5 കാലുമായിട്ട് ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരിക്കൽ പ്രവാചകർക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ 3 മക്കളും സ്വർഗത്തിലെത്തി, ഞാൻ ഓലെ വാപ്പയാണ്, ഞാൻ ഈ 1.5 കാലുമായിട്ട് ഇവിടുന്ന് എലികൾ ചാവണമായി ചാണെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഞാൻ യുദ്ധത്തിന് പോലും ഒന്നും പറയാനല്ലോ. അദ്ദേഹം യുദ്ധത്തിന് പോയില്ലേ? അന്ന് തന്നെ പോയി കുതിരയെ വാങ്ങിയില്ലേ? ആയുധം വാങ്ങിയില്ലേ? യുദ്ധമുണ്ട് എന്ന് കേട്ടപ്പോ സന്തോഷമല്ലേ അദ്ദേഹത്തിന് ഉണ്ടായത്? വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് സുബീസ്കരിച്ച് വീട്ടിൽ വന്ന് യുദ്ധത്തിന്റെ വാഹനവും ആയുധമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഖിബലക്ക് നേരെ തിരിഞ്ഞ് ഒറ്റ ദുആ, അല്ലാഹുമ്മ ലാ തറുദ്ദനി ഇലാ അഹ്ലി മസാൻ. പടച്ചോനെ, വൈകുന്നേരം എന്നെ ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ജീവനോടെ ഈ വീട്ടിക്ക് കൊണ്ടുവരരുതേ എന്നാ പ്രാർത്ഥിച്ചത്. പോയില്ലേ അള്ളാഹുലേക്ക്? എക്സ്ക്യൂസ് ആണോ? മൂത്ത യുദ്ധം. നിങ്ങൾക്ക് ആ ചരിത്രം വായിക്കാൻ ധൈര്യമുണ്ടോ? ചെയ്യണ്ട. ചരിത്രം വായിക്കാൻ ധൈര്യമുണ്ടോ? ആരാ മൂത്ത യുദ്ധത്തിലെ പതാകവാഹകൻ? ജഅഫർ അബൂ താലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ പുയ്യാപ്പളുടെ അഞ്ചനാ. നമ്മൾ ആരാ പറഞ്ഞാച്ചാലും പുയ്യാപ്പളിനെ യുദ്ധത്തിന് ഇറങ്ങിക്കോ. കണ്ണൂർ ജില്ലയിലെ എല്ലാ അധികാരിയും ആർക്കാ? പുയ്യാപ്പൾക്കല്ലേ. മയ്യത്തെടുക്കണേ ആര് വരണം? പുയ്യാപ്പള വരണം. കുളിപ്പിക്കണമെങ്കിൽ മൂപ്പര് വരണം. മൂപ്പര് ഒന്നില്ല, കുളിപ്പിക്കണ്ട. പുയ്യാപ്പളുടെ അന്യനെ പറഞ്ഞിട്ട് ജാഫർ അല്ലാഹുവിന്റെ കയ്യിലേക്ക് യുദ്ധത്തിന്റെ പതാക കൊടുക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? ജാഫറിന് വല്ലതും പറ്റിയാലേ മറ്റേ ആക്ക് കൊടുക്കണം കേട്ടോ. അതിന്റെ അർത്ഥം എന്താ? സഹോദരന്മാരെ, യുദ്ധത്തിന്റെ പതാക കൊടുക്കുമ്പോ ജാഫർ അല്ലാഹുവിനെ കേൾക്കെ പറയാൻ, ജാഫറിന് വല്ലതും പറ്റിയാൽ അടുത്ത ആക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജാഫർ അല്ലാഹുവിന് ആ യുദ്ധത്തിൽ തിരിച്ചരില്ല എന്നല്ലേ? ആണ്. പിന്നെ നമ്മളാണ് ആ പതാക വാഹനം നമ്മൾ മദീനയിലല്ല മക്കയിൽ, അറേബ്യയിൽ ഉണ്ടാവോ? എക്സ്ക്യൂസ് ആണ്. അങ്ങനെ ഉണ്ടോ? പടച്ചോനെ, 8-10 വയസ്സിൽ 2 മക്കളിലാണ് റസൂല്. നബിനെയോ ഈ ഇപ്പൊ അതാകങ്ങൾ എന്റെ കയ്യിൽ നിൽക്കുന്നത് ചോദിക്കൂലേ? ചോദിച്ചോ? ഇല്ലല്ലോ. സുബീക്ക് വന്നു രാവിലെ അതോ ഒരു ജുസു ഖുർആൻ ഓതിയോ? ഇല്ലല്ലോ. രാവിലെ ചൊല്ലേണ്ടത് 5 പൈസന്റെ മുടക്കില്ലല്ലേ ഇതിന്? ഉണ്ടോ? അൽക്കൗഫ് ഓതിയോ? ഒരു 100 സലാത്ത് അല്ലയോ? ഒരു 10 ഉറുപ്പിക സദക്ക കൊടുത്തോ? എന്തെങ്കിലും വിഷമുണ്ടോ? ഉണ്ടോ? ആലോചിക്ക്. മൂത്ത യുദ്ധത്തിന് പോകുമ്പോ ജാഫർ അല്ലാഹുവിന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജാഫറിന് വല്ലതും പറ്റിയാൽ അടുത്താക്ക് കൊടുക്കണം. എന്നിട്ടും ആ പതാക വാങ്ങാൻ ആ സ്വഹാബിക്ക് ഒരു മടിയുണ്ടായില്ല. നിങ്ങൾ ആലോചിച്ച്, കുടുംബം പോറ്റുന്ന ആളാണ് നിങ്ങളും. ആ യുദ്ധത്തിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ മനുഷ്യൻ എങ്ങനെ പോയി ഉണ്ടാകുക എന്നൊന്നും മനസ്സോടെ ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ. ഈ വിവരം എന്തായാലും അദ്ദേഹം ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടാവൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടോ, നമ്മൾ അവസാനമായിട്ട് കാണുക കേട്ടോ എന്ന് ജാഫർ അല്ലാഹുവിന് മക്കളോട് പറഞ്ഞില്ലെങ്കിലും ഇണയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവും. ആ ഭാര്യ ഈ ഭർത്താവിനെ എങ്ങനെ യാത്രയാക്കി ഉണ്ടാവുക? ജാഫർ അല്ലാഹുവിന് മൂത്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി. ഈ വിവരം വീട്ടിൽ പറയേണ്ടത് ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാൻ പോയ രംഗങ്ങൾ വായിച്ച മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ ചെന്നപ്പോണ്ടല്ലോ 8-10 വയസ്സായ മക്കൾ കുളിച്ച് നല്ല തുണിയും കുപ്പായിട്ട് ബാപ്പ വരുമല്ലോ, ബാപ്പന്റെ മടിയിൽ കയറിയിരിക്കാൻ തയ്യാറായി നിൽക്കുക. അപ്പൊ റസൂൽ വന്നപ്പോ 2 ആളും അതിന്റെ മടിയിൽ കയറിയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ 2 ആളെയും മാറോട് ചേർത്തപ്പോഴേ ഇവിടെ പൈപ്പില്ലേ, പൈപ്പ് തുറന്നിട്ടാൽ എങ്ങനെ വെള്ളം വരിക? അതുപോലെ കണ്ണുനീര് ആ കുട്ടികളെ മൂർധാവിലേക്ക് ഇങ്ങനെ ഉതിർന്നു വീഴുക. കാരണം ബാപ്പ മരിച്ചെടുക്കും. ഈ മക്കളോട് എങ്ങനെ പറയും? ജാഫർ അല്ലാഹുവിന്റെ ഭാര്യ വന്നപ്പോ കാണുന്നത് തന്റെ മക്കളെ മാറോട് ചേർത്ത് കരയുന്ന പ്രവാചകനെയാ. പിന്നെ റസൂൽ പറയേണ്ടി വന്നില്ല എന്താ സംഭവിച്ചതെന്ന്. അവർക്ക് മനസ്സിലാവുമല്ലോ, ചോറാണല്ലോ ഇന്നത്. ഭർത്താവ് വഫാത്തായി, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ അല്ലാഹുവിന്റെ വീട്ടുമുറ്റത്തല്ല കൊലൈമയിൽ നിന്ന് വരാന്തയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കാണിച്ചു കൊടുത്തു. പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഫർ സ്വർഗ്ഗത്തിൽ പച്ചമേടയുള്ള ചുവന്ന ചിറകുള്ള പക്ഷിയുടെ രൂപത്തിൽ പാറിക്കളിക്കുന്നത് ഞാൻ കാണുന്നു. സ്വർഗ്ഗാണ് കാണിച്ചു കൊടുത്തതാ. ആ കണ്ണുനീർ, കരഞ്ഞ കണ്ണുനീർ മുഖത്ത് വറ്റുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ ചിരിച്ചു. അന്ന് മുതലാണ് ജാഫർ അല്ലാഹു ജഅഫർ ത്വയ്യാർ, പറക്കുന്ന ജാഫർ എന്ന പേരിൽ അറിയപ്പെട്ടത്. സഹോദരന്മാരെ, എക്സ്ക്യൂസ് അന്വേഷിക്കുക, ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുക, അതല്ല ഏറ്റെടുക്കുകയാണോ? എന്താ വിഷയം? നമ്മുടെ മനസ്സിലുള്ള സ്വർഗം സ്വഹാബയുടെ മനസ്സിലുള്ള സ്വർഗവുമായി തട്ടി നോക്കുമ്പോൾ
ഒരു പവറുമില്ല. ഒന്ന് പുഞ്ചിരിക്കാൻ പിശുക്ക് കാണിക്കണ മനുഷ്യന്മാർ. ബസ് കയറിയാലേ ഇങ്ങനെ ഇരിക്കുക, മറ്റോനട്ടൻ്റെ അടുത്ത് വന്ന് ഇരിക്കുമെന്ന് ചോദിച്ചു. ട്രെയിനില് രണ്ടാളിരിക്കണോടത്തൊന്ന് ഒതുങ്ങിയിരുന്നാ മൂന്നാക്കിയിരുന്നൂടെ, മൂന്നാളിരിക്കണോടത്തൊന്ന് ഒതുങ്ങിയിരുന്നാ നാലാക്കിയിരുന്നൂടെ. നിങ്ങൾ ട്രെയിനിൽ പടുത്താത്തൊന്ന് യാത്ര ചെയ്തണോ നോക്കേണ്ടി. ചങ്ങായി ഇവിടെ വന്ന് ഇരിക്കും തോന്നിയാൽ മറ്റോ കാലും ഇങ്ങനെ, പിന്നെ ഒരു ക്രൂരമായ നോട്ട ബാക്കോട്ട് പോയിക്കോന്ന ആട് പോയി കിട്ടിയാൽ മതി. പഠിക്ക് സാറ ചരിത്രം. മക്കയിൽ നിന്ന് ദിർഹമിന്റെ കൂമ്പാരങ്ങളല്ല, ഒന്നിന് 17 മാറാവുന്ന റിയാലിന്റെ കൂമ്പാരങ്ങളല്ല, ഈത്തപ്പനക്കെട്ടുകളല്ല, ലഗേജുകളല്ല, ഒട്ടിയ വയറും പൊട്ടിയ ചെരുപ്പും ആദർശവുമായി ദേശാടനം നടത്തുന്ന ആയിരക്കണക്കിന് സ്വഹാബികളെ മദീനയിൽ അൻസാറുകൾ സ്വീകരിച്ച രംഗം സഹോദര, സ്വാർത്ഥതയുടെ പിശുക്കിന്റെ ഈ രാജ്യത്ത്, ഈ ലോകത്ത് നിന്ന് നമ്മൾ പഠിക്കണം. ഖുർആൻ പറഞ്ഞെന്താ അറിയോ? യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവര് ഞങ്ങളുടെ നാട്ടിലേക്ക് ഹിജ്റ വരുന്നത് അവരേറെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം വന്ന് പിറ്റേന്ന് പോവോ ചങ്ങായിമാരെ? പോവോ? അങ്ങനെയാണ് ഇഷ്ടം. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ മൗലവി നിങ്ങൾ ഇവിടെ നിന്നോളി പറയും, കാരണം പിറ്റേന്ന് പോകുന്നു നിങ്ങൾക്ക് അറിയാം. പിറ്റേന്ന് പോകും നിങ്ങൾക്ക് അറിയാം, അല്ലാതെ മുണ്ടൂല. മനസ്സിലായോ? ആരും മുണ്ടോ? ഞാൻ മുണ്ടോ? ഞാനും മുണ്ടൂല. എന്നാൽ ഈ ഹീറ വരുന്ന മനുഷ്യന്മാര് ഈ വീട്ടിൽ നിന്ന് എന്നാ പോവുക? എന്നിട്ടോ അവരെ കണ്ടു, സ്വീകരിച്ചു. അവർക്കെല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുള്ളതോടുകൂടി അവർ ഈ വന്ന അൻസാറുകൾക്ക് മുൻഗണന കൊടുത്തു. പിശുക്ക് എന്ന മഹാദുരന്തത്തെ ഈമാൻ കൊണ്ട് മറികടന്ന ശോഭനമായ ചരിത്രമാണ് അൻസാറുകളും മുഹാജിറും നമ്മളെ പഠിപ്പിക്കുന്നത്. അവര് വീട് രണ്ടാക്കിയില്ലേ സഹോദരന്മാരെ? ഒരു പരിചയമില്ലാത്ത, സ്വഭാവം എന്താണെന്നറിയില്ല, സംസ്കാരം എന്താണെന്നറിയില്ല, പേര് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു കുടുംബത്തെ നമ്മൾ നമ്മളെ വീട്ടിൽ എത്ര ദിവസം പോറ്റു? നിങ്ങൾ പറയും. എനിക്ക് 5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. എന്റെ വീട്ടിൽ വന്ന മുഹാജിറിനും 5 വയസ്സായ കുട്ടിയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടം മറ്റേ കുട്ടി എടുക്കുമ്പോ എന്റെ കുട്ടിക്ക് അറിയൂലേ ഞാൻ ആരെ ഭാഗത്താ നിൽക്കുക? നിങ്ങൾ പറയും. ഒരു ബാത്റൂമേ ഉള്ളൂ. അൻസാരിയാണ്ട് കയറി ഇറങ്ങണില്ല, ആ മുഹാജിറാണ്ട് കയറി ഇറങ്ങണില്ല. എത്ര സമയം കാത്തു നിൽക്കും? വീട് രണ്ടാക്കിയില്ലേ, കച്ചവടം രണ്ടാക്കിയില്ലേ, കൃഷിസ്ഥലം രണ്ടാക്കിയില്ലേ. എന്നിട്ടോ 1 ഏക്കർ കൃഷിസ്ഥലമുള്ള 50 സെന്റ് സ്ഥലം ഈ വന്ന മുഹാജിറിന് എഴുതി കൊടുക്കുക. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഐറ്റുങ്ങളെ മനസ്സിന്റെ വിശുദ്ധി ആലോചിക്കണം. എന്താ പറഞ്ഞതറിയോ? കൃഷി ചെയ്യാനും നിങ്ങൾ വരണ്ടോ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ കൊയ്തെടുക്കാൻ വന്നാൽ മതി. നമ്മളാണ് എന്താ പറയാ, നിങ്ങളായി നിങ്ങളെ പാടായി നടുവിൽ നല്ലൊരു മതിലും 2 ഏക്കർ ഉയർത്തിരും. കാരണം അതോ ആർന്നൊരു നെല്ല് ഇങ്ങോട്ടും വരാൻ വയ്യ, ഇവിടുന്ന് ഒരു നെല്ല് ആട്ടും പോകാൻ വയ്യ. ഏറ്റവും മോശപ്പെട്ട സ്ഥലമല്ലേ കൊടുക്കുക? അല്ലെ ഭക്ഷണം കൊടുക്കുമ്പോ ഏറ്റവും നല്ല ഭക്ഷണം ആർക്കാ കൊടുക്കുക? കട്ടില് കൊടുക്കുമ്പോ ഏറ്റവും നല്ല കട്ടിലാർക്കാ കൊടുക്കുക? തലക്കാണി കൊടുക്കുമ്പോ ഏറ്റവും നല്ല തലക്കാണി ആർക്കാ കൊടുക്കുക? ഒക്കെ പോട്ടെ, AC റൂമിൽ ആരെ കിടത്തുക? അൻസാറിനെ മുഹാജിർ. നിങ്ങൾ പറയും. അതാണ് പിശുക്ക്, അലസത, മടി, മരണഭയം, ദുനിയാവുള്ള സ്നേഹം, ആസ്വാദനത്തോടുള്ള അഭികാമ്യം. ഇതിനൊക്കെ മറികടക്കാൻ ഈമാൻ കൊണ്ട് സാധിക്കണം. ഖുർആൻ പറഞ്ഞു, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർ സ്വഹാബികൾക്ക്, ഈ വന്ന മനുഷ്യർക്ക് 1-ാം സ്ഥാനം കൊടുത്തു. 1-ാമത്തെ പരിഗണന അവർക്ക് കൊടുത്തു. അവർക്ക് മുൻഗണന കൊടുത്തു. അവരെ ആദരിച്ചു. അവരെന്നാണോ മറ്റൊരു വീട് വെച്ച് പോകുന്ന അത്രയും കാലം. അപ്പൊ എത്രമാത്രം വരെ മനസ്സിലെ മാനസിക രോഗത്തെ, പിശുക്ക്, ദേഷ്യം, അസൂയ, പക, കിബിറ്, പ്രതികാരദാഹം, ഇതിനൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ഈമാൻ കൊണ്ട് സ്വഹാബികൾ മറികടന്നത്. ബാങ്കാണ്ട് വിളിച്ചാലേ മദീനത്തെ പള്ളിയിൽ ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല, ഒക്കെ പള്ളിയിലുണ്ടാവുക. എല്ലാ ജോലിയും തട്ടിത്തെറിപ്പിച്ച് അങ്ങോട്ട് പോയത് ഈമാൻ കൊണ്ടാണ്. ആ ഈമാൻ, ആ വിശ്വാസം, ആ സ്വർഗബോധം, ആ നരകഭയം നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ ഈ ദുനിയാവിന്റെ പ്രതിസന്ധികൾക്കിടയിലും പൂർണ്ണ മുസ്ലിമായി അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കാനും മരിക്കാനും സാധിക്കൂ. അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കർമ്മരംഗത്ത് സ്വീകരിക്കേണ്ട നിലപാട് വസ്തക്സിരിസാദ, ഇഷ്ടം പോലെ സമ്പാദിക്കണം. ഫഇന്ന സഫറ തവീൽ, നിങ്ങൾക്ക് മരണം മുതൽ ആരംഭിക്കുന്ന യാത്ര അറ്റമില്ലാത്ത യാത്രയാണ്. അതുകൊണ്ട് ആവശ്യങ്ങൾ ഒരാൾക്കും പറഞ്ഞ് പൂർത്തീകരിക്കാൻ സാധിക്കുക. അത്രമാത്രം ആവശ്യം ഉണ്ടാവും, അതിന് അത്രമാത്രം പ്രവർത്തിക്കുകയും വേണം. ഈ ബോധമൊക്കെ നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും? അതിനാണ് പരിശുദ്ധ ഖുർആന്റെ പഠനം എന്ന് പറയുന്നത്. അത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പരിശുദ്ധ ഖുർആന്റെ പഠനവും ഖുർആനുമായി ബന്ധല്ലേ ഒരിക്കലും ഈ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയും. 23 കൊല്ലം കൊണ്ട് ഏറ്റവും ഈ പറഞ്ഞ എല്ലാ ദുസ്വഭാവങ്ങളുള്ള മനുഷ്യരെ ഈ പറഞ്ഞ രൂപത്തിൽ പരിവർത്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണെങ്കിൽ ഖുർആൻ പഠിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. നമ്മളൊക്കെ ഏത് പ്രദേശത്തിന് വരികയാണെങ്കിലും എല്ലാ സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സന്ദർഭമുണ്ട്. നമ്മുടെ പള്ളിയിലുണ്ട് വെള്ളിയാഴ്ച രാത്രി. ഇനി ഇവിടെ തന്നെ വന്നോളുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഖുർആൻ പഠനം ജീവിതത്തിന്റെ ഭാഗമാക്കണം. അല്ലാത്തവർക്ക് ഈ മാനസികമായ ഈ ഒരു ഉണർവ് ലഭിക്കാൻ വേറെ ഒരു വഴിയില്ല. ഖുർആൻ അള്ളാഹിനെ പറ്റി പഠിക്കണം, ഖുർആൻ നരകത്തെ പറ്റി പഠിക്കണം, ഖുർആൻ സ്വർഗത്തെ പറ്റി പഠിക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിച്ച മനുഷ്യരുടെ ചരിത്രം പഠിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിലെ ഈമാനിക ആവേശം കൊണ്ട് ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ പ്രതിസന്ധികളെ മറികടന്ന് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. 1. 2, നമ്മുടെ പള്ളിയുടെ ദൈനംദിന ചെലവിലേക്കുള്ള കലക്ഷൻ അടുത്തയാഴ്ചയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവും. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ.